നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ ആയിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനേഷൻ. അതിൻ്റെ റിവ്യൂ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇന്നലെ വൈകിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ പ്രൊവിഷണൽ കീ ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മുടെ പ്രൊവിഷണൽ കീയും ഔട്ടായിട്ടുണ്ടായിരുന്നു, പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ മാർക്കും നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രൊവിഷണൽ കീ വന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ ആ വീഡിയോയിൽ മാർക്ക് പറയാൻ പറ്റാതെ പോയത്. അതിനു മുമ്പായിട്ട് പ്രൊവിഷണൽ കീ വരുന്നതിന് മുമ്പേ ഞാൻ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ പ്രൊവിഷണൽ കീ അനുസരിച്ചുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയുടെ മാർക്ക് പറയാമെന്ന് വെച്ചു. അതിനു മുമ്പായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലുകളിലും യൂട്യൂബ് വീഡിയോസിലെ കമൻറ്റ് സെക്ഷനിലും എല്ലാം തകൃതിയായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയുടെ കട്ട് ഓഫ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. 130+, 140+, 170+, 160+ സ്കോർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചർച്ച നടക്കുകയാണ്. ഇപ്പൊ ഇനി ഒരു 2-3 ദിവസത്തേക്ക് ഈ ചർച്ച കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വിടും. പിന്നെ ഫൈനൽ കീ വരുമ്പോഴായിരിക്കും അടുത്ത ചർച്ച നടക്കുന്നത്. അപ്പൊ എന്തായാലും ചർച്ചയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നത്. ഒരുപാട് പേര് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് അറിയാൻ കഴിഞ്ഞു. അതായത് അതിന് അത്ഭുതമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ പേപ്പർ 2 വളരെ ഈസി ആയിട്ട്, വളരെ ലോജിക് ബേസ്ഡ് ആയിട്ടായിരുന്നു പേപ്പർ 2 ഇന്നലെ ക്വസ്റ്റ്യൻ വന്നത്. പഠിക്കാത്ത ഒരാൾക്ക് പോലും ലോജിക്ക് യൂസ് ചെയ്ത് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പേപ്പർ 2-ൽ. അപ്പോൾ പേപ്പർ 1-നെ അപേക്ഷിച്ച് പേപ്പർ 1 എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഡിഗ്രി മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ. അപ്പം അതിനേയും കാട്ടി ഉപരി പേപ്പർ 2-ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചവർ തന്നെ ആയിരിക്കും സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവരിൽ കൂടുതൽ പേര്. അപ്പം ഒരുപാട് ഇൻഡെപ്തായിട്ട് പഠിച്ചു പോയവർക്കെല്ലാം ഒരു അടിയായിരുന്നു ഇന്നത്തെ പരീക്ഷ എന്ന് ഞാൻ പറയൂ, പേപ്പർ 2. കാരണം അത്രയൊന്നും വേണ്ടായിരുന്നു. കുറച്ച് ലോജിക്ക് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു പേപ്പർ 2 എന്ന് പറയുന്നത്. അപ്പം പഠിക്കാത്തവർക്ക് പോലും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയെന്നൊക്കെ അറിയാൻ പറ്റി പേപ്പർ 2. അതിനൊരു ഉദാഹരണമാണ്. ഞാൻ കാര്യമായിട്ട് പേപ്പർ 2 പഠിച്ചിട്ടില്ല. എനിക്ക് അതിനുള്ള സമയവും സാഹചര്യവും കിട്ടിയില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. എന്നാലും എല്ലാ ടോപ്പിക്കുകൾ കൂടെയും കടന്നു പോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ചാറ്റ് GPT യൂസ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ചാറ്റ് GPT യൂസ് ചെയ്ത് പഠിച്ചതെന്ന്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഗൂഗിളിൽ ചാറ്റ് GPT അടിച്ചു കൊടുക്കുക. അപ്പോൾ ചാറ്റ് GPTയുടെ സൈറ്റ് വരും. അതിലോട്ട് കയറിയിട്ട് നമ്മുടെ മെയിൽ വഴി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് നമ്മൾ പണ്ട് ഗൂഗിൾ ചെയ്യത്തില്ല ഓരോ കാര്യങ്ങൾ, നോട്ട്സ് എന്ന് പറഞ്ഞ ടോപ്പിക്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗവേണൻസ്, നമ്മുടെ പേപ്പർ 2-ലൊരു ടോപ്പിക് ആയിരുന്നല്ലോ ഗവേണൻസ് എന്നും പറഞ്ഞിട്ട്. അല്ലെങ്കിൽ പബ്ലിക് ലിറ്റിഗേഷൻ ഇന്നലെ ലാസ്റ്റ് പബ്ലിക് ലിറ്റിഗേഷൻ പറയാൻ കാരണം ഇന്നലെ ലാസ്റ്റ് ഞാൻ അവിടെ ഇരുന്ന്, അതായത് എക്സാം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് ചാറ്റ് GPT നോക്കിക്കൊണ്ടിരുന്നത് അതാണ് എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നത്. പബ്ലിക് ലിറ്റിഗേഷനോ അല്ലെങ്കിൽ ഗവേണൻസോ ഏതെങ്കിലും ഒരു ടോപ്പിക് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ MCQന്നോ നോട്ട്സ് എന്നോ അടിച്ചു കൊടുത്താൽ അതിൻ്റെ നോട്ട്സും MCQ ഒക്കെ ചടപടേന്ന് ഇങ്ങനെ ചാറ്റ് GPT കൊണ്ടുതരും. നമ്മൾ പണ്ട് ഗൂഗിൾ ചെയ്യുമ്പോൾ പല സൈറ്റിൽ കയറി എടുക്കണ്ടായിരുന്നു. അതിന് പകരം ഇത് ഒറ്റയടിക്ക് ചാറ്റ് GPT ഇങ്ങനെ ചടപടാന്നും പറഞ്ഞ് കൊണ്ടുതരും. വളരെ ഉപകാരമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പേപ്പർ 2-ന് എനിക്ക് കുറച്ച് ഉപകാരപ്പെട്ടത് ചാറ്റ് GPT ആണ്. അങ്ങനെ ഇപ്പം ഞാൻ മാത്രമല്ല, ഒരുപാട് പേരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ തന്നെയും ചാറ്റ് GPT ഒക്കെ യൂസ് ചെയ്ത് പഠിച്ചു തുടങ്ങിയവർ കാണും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നക്ഷലായിട്ട് ഇങ്ങനെ ഒരുപാട് തെരഞ്ഞു നടക്കാതെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കൊണ്ടു തരുന്നുണ്ട് ചാറ്റ് GPT. അപ്പം നമ്മളെ പഠിത്തത്തിൽ, ഇനി നിങ്ങളെ പഠിത്തത്തിലും അത് കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ പല സൈറ്റുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാനുള്ളൊരു ഇത് വേണം കേട്ടോ. ഓക്കെ, അപ്പം അത് അങ്ങനെയാണ് ചാറ്റ് GPT ആയി യൂസ് ചെയ്തത് എൻ്റെ പഠിത്തത്തിൽ. ഇന്നലെ കുറേ പേരെ ഡൗട്ട് കണ്ടായിരുന്നു. അപ്പം എൻ്റെ മാർക്ക് പറയാം. എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് പേപ്പർ 1-ഉം പേപ്പർ 2-ഉം എനിക്ക് ഏകദേശം ഒരേ മാർക്ക് എന്ന് വെച്ചാൽ കുറച്ച് മാർക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പേപ്പർ 1-നാണ് എനിക്ക് മാർക്ക് കുറവ്. പേപ്പർ 2-ന് കുറച്ച് മാർക്ക് പേപ്പർ 1-നേക്കാട്ട് കൂടുതലുണ്ട്. പേപ്പർ 1-ന് ഞാൻ സ്കോർ ചെയ്തത് 68.67 ആണ് കേട്ടോ. 68.67 ആണ്. കുറച്ചധികം നെഗറ്റീവ് എനിക്ക് പേപ്പർ 1-നാണ് വന്നത്. പേപ്പർ 2-ന് ഞാൻ സ്കോർ ചെയ്തത് 71.67 ആണ്. 71.67 പേപ്പർ 2-നും 68.67 പേപ്പർ 1-നും. രണ്ടും കൂടെ ആഡ് ചെയ്താണല്ലോ വരുന്നത്. അപ്പോൾ 200-ൽ മാർക്ക് വരുമ്പം രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 140.34 ആണ് എൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. വലിയൊരു മാർക്കായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും മാർക്കുള്ളവരൊക്കെ 150+, 160+ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പം എന്താവുമെന്നുള്ള കാര്യം ഒന്നും അറിയത്തില്ല. പിന്നെ ഇത് പ്രൊവിഷണൽ കീ ആണ്. നമുക്കറിയാമല്ലോ PSCയുടെ ഫൈനൽ കീ എന്ന് പറയുന്ന ഒരു വലിയ മഹാസംഭവം ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഡിലീഷൻ പോകുന്നു, ഏതൊക്കെ ആൻസർ ചേഞ്ച് വരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും.
നമ്മുടെ ഈ പ്രൊവിഷണൽ കീ അനുസരിച്ചുള്ള മാർക്കേ അല്ല, ഫൈനൽ കീ അനുസരിച്ചുള്ള മാർക്കാണ് നമ്മുടെ ഫൈനൽ മാർക്ക് എന്ന് പറയുന്നത്. ചിലവർ പ്രൊവിഷണൽ കീ അനുസരിച്ച് മാർക്ക് നോക്കാത്തവരുണ്ട്, അതെന്ന് ഫൈനൽ കീ വരട്ടെ എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. കാരണം ഇപ്പം നോക്കുന്ന മാർക്ക് ശാശ്വതമല്ലല്ലോ എന്നുള്ള ഇതിൽ സംഭവം സത്യമാണല്ലേ. അപ്പോൾ ഫൈനൽ കീ വരട്ടെ, ഫൈനൽ കീ വരുമ്പോഴേ ഇപ്പോഴത്തെ ഞാനിപ്പോൾ 140.34 എന്ന് പറയുന്നു. ഫൈനൽ കീ വരുമ്പോൾ ഞാൻ ചിലപ്പം താഴോട്ട് പോയി 130s നിൽക്കും, അതിനാണ് ചാൻസ് കൂടുതലും, അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ അത്രയ്ക്ക് ലെക്കുള്ളവരാണെങ്കിൽ എന്ത് സംഭവിക്കും, അവർ തെറ്റിച്ച ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ആയി പോകുമ്പം അവർക്ക് മാർക്ക് കിട്ടും. ഒരുപാട് ലെക്കുള്ളവർ, അങ്ങനെ മാർക്ക് കൂടുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷെ കൂടുതൽ പേർക്ക് മാർക്ക് കുറയാനാണ് ചാൻസ്. അപ്പം ഇപ്പോഴത്തെ മാർക്ക് ശാശ്വതമല്ല, ഫൈനൽ കീ വരട്ടെ. അപ്പം നമുക്കിനകത്ത് ഇനി ഒന്നും വേറെ ചെയ്യാനില്ല. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറേ പേരൊക്കെ ചലഞ്ചിന് ഇറങ്ങും. അപ്പോൾ ചലഞ്ച് ചെയ്യാനുള്ളവരൊക്കെ ചലഞ്ച് ചെയ്യുക. എന്താണ്, എനിക്കറിയത്തില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസിനോട്ട് ഇറങ്ങി പോയിട്ടില്ല. പേരൊക്കെ ചലഞ്ച് ചെയ്യും, എന്തൊക്കെ തെറ്റുണ്ടോ അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഇത് പ്രൊവിഷണൽ കീ നോക്കി മടക്കി വെച്ചേക്കുക. ഇനി ഫൈനൽ കീ വരട്ടെ, ഫൈനൽ കീ വരുമ്പോഴത്തേക്ക് ഒരു മാർക്ക് കിട്ടും, അതും കഴിഞ്ഞ് അതും മടക്കി വയ്ക്കുക. പിന്നെ PSCയുടെ ജോലിയാണ് ഷോർട്ട് ലിസ്റ്റ് ഇടുക, റാങ്ക് ലിസ്റ്റ് ഇടുക, ഷോർട്ട് ലിസ്റ്റ് ഇടുക, വെരിഫിക്കേഷൻ വിളിക്കുക, റാങ്ക് ലിസ്റ്റ് ഇടുക എന്നതൊക്കെ. അപ്പോൾ ആ ജോലിയൊക്കെ PSC ആ വഴിക്ക് ചെയ്തോളും. അപ്പോൾ എന്തായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് എൻ്റെ പ്രൊവിഷണൽ കീ അനുസരിച്ചുള്ള മാർക്ക് 140.34 അതിൽ കൂടുതൽ സ്കോർ ചെയ്ത് ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ കാണും. അപ്പം എന്തായാലും നിങ്ങളുടെ മാർക്കൊക്കെ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതിൽ ഈ 120+, 130+ ഒക്കെ സ്കോർ ചെയ്തവരൊക്കെ ഭയങ്കര ഡൗട്ടിലാണ്. ഈവൻ 140+ സ്കോർ ചെയ്തവർ പോലും ഡൗട്ടിലാണ്, ലിസ്റ്റിൽ വരുമോ എന്നുള്ളത്. അതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് ഫൈനൽ വരുമ്പം ഏകദേശം ഒരു മാർക്ക് റേഞ്ച് കിട്ടും. 150+ സ്കോർ ചെയ്തവരൊക്കെ ഉണ്ട്, അതൊക്കെ വലിയ നല്ല സ്കോറാണ്. അപ്പം ഫൈനൽ വരുമ്പോൾ ഉള്ള മാർക്ക് റേഞ്ച് അനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ ഒപ്പിക്കാൻ പറ്റും, ഇതായിരിക്കാം കട്ട് ഓഫ് എന്ന്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ കോഴ്സ് ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ ആ കോഴ്സിൽ പ്രീവിയസ് ഇയർ LGS ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സും മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നാളെ മുതൽ ഞാൻ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള LGS സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആ ഒരു കോഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 20 മുൻവർഷ ചോദ്യപേപ്പറുകൾ ആ ഒരു പരിശീലിച്ച് വന്ന ആ ഒരു എക്സ്പീരിയൻസോട് കൂടിയാണ് ആ കോഴ്സിൽ ഇതുവരെ ഉണ്ടായിരുന്നവർ നാളെ തൊട്ട് സിലബസ് പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച ആ ഓരോ മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനും ഈ ഒരു ക്ലാസ്സുകളുടെ ഇടയ്ക്ക് നടക്കും. അപ്പം ഇനി LGS കമ്പനി ബോർഡ് LGSനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, ഒരുപാട് അഡ്വൈസ് പോകുന്നൊരു ലിസ്റ്റാണ്. അപ്പം കമ്പനി ബോർഡ് LGS നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഞാൻ എൻ്റെ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ സിലബസ് ബേസ്ഡ് ആയിട്ട് നാളെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പം കൂടാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള എല്ലാവരും ആദ്യം നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്കും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് അവിടെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരു പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് നമ്മുടെ കോഴ്സ് എടുക്കുന്നത് കേട്ടോ. അവിടെ പുറകെ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്ത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയുടെ മാർക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ ബൈ പറഞ്ഞുതരാം. ബൈ ബൈ.